ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഒരു നിമിഷം ജപമാല നമുക്ക് കൈകളിലെടുക്കാം. വേദനിക്കുന്ന പല രോഗപീഠകളിലൂടെ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധമ്മേ സമർപ്പിക്കുന്നു. പരിശുദ്ധമ്മേ, ഇതാ ലോകം മുഴുവനു വേണ്ടിയും രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധമ്മേ, ഞങ്ങളും ദൈവകൃപയിൽ, ഞങ്ങളും ദൈവിക വഴിയിൽ വരാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ, ജീവിതത്തിൻ്റെ വേദനകളിൽ യേശുവിനെ മഹത്വപ്പെടുത്താൻ അമ്മ പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ എല്ലാ വേദനകളെയും ചേർത്ത് വയ്ക്കുന്നു. അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിച്ചിടല്ലേ. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിച്ചിടല്ലേ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. നമ്മെ പൂർണ്ണമായും പരിശുദ്ധമ്മേ, അമ്മയുടെ രക്തക്കണ്ണീരോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് വേദനയിലൂടെ മക്കൾ കടന്നു പോകുമ്പോൾ, ഒരുപാട് പ്രലോഭനങ്ങളുടെ മുമ്പിൽ മക്കൾ നിൽക്കുമ്പോൾ, ഒരുപാട് സങ്കടങ്ങളുടെ മുമ്പിൽ മക്കൾ നിൽക്കുമ്പോൾ, ഒരുപാട് പാപപ്രലോഭനങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, പാനപാത്രങ്ങൾ ജീവിതത്തിൽ പെരുകുമ്പോൾ, അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയോട് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ. എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. ആവേ മരിയ, 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 ആവേ മരിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മെ പൂർണ്ണമായിട്ടും നമുക്ക് സമർപ്പിക്കാം. ഈശോ പഠിപ്പിച്ചു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട്
എൻ്റെ പിന്നാലെ വരട്ടെ. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നവർക്ക് അത് രക്ഷയുടെ ശക്തിയാണ്. കുരിശ് വിശ്വസിക്കുന്നവർക്ക് രക്ഷയുടെ ശക്തിയും രക്ഷയുടെ മാർഗവുമാണ്. വചനം പറയുന്നു 1 കൊറിന്തോസ് 1:18, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷ്ഠമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും വ്യാകുലങ്ങളുടേതായിരുന്നു, കുരിശിൻ്റേതായിരുന്നു. ഈശോയെ അനുഗമിക്കാൻ ഈശോ പറഞ്ഞൊരു കാര്യം ഇതാണ്: കുരിശ് വഹിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വയം പരിച്ച് തൻ്റെ തന്നെ കുരിശും വഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ അനുഗമിക്കുക. അപ്പോൾ ഇത് ഈശോ പറയുമ്പോൾ ഈശോ പറയുന്നത് ഒരു ജീവിതത്തെക്കുറിച്ചാണ്, ഒരു ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അതൊരു ജീവിതാന്തസ്സാണ്. ഒരു മതത്തേക്കാൾ ഉപരി ഈശോ നമ്മളെ വിളിക്കുന്നത് ഒരു ജീവിതാന്തസ്സിലേക്കാണ്. എൻ്റെ ജീവിതം എങ്ങനെയാണ്, എൻ്റെ കുരിശിൻ്റെ ജീവിതം, എൻ്റെ സഹനത്തിൻ്റെ ജീവിതം എപ്രകാരമാണ്? പ്രിയപ്പെട്ടവരെ, കുഞ്ഞുനാളിലൊക്കെ നോയമ്പ് കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വലിയ നോയമ്പിൽ എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയിരുന്ന കുരിശിൻ്റെ വഴിയിലെ ഒരു സ്ഥലം, എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയിരുന്നൊരു സ്ഥലം, അത് 4-ാം സ്ഥലമാണ്. അത് സങ്കടപ്പെടുത്താൻ കാരണം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയൊക്കെ കാണുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് യേശുവിൻ്റെ ആ പീഡാസഹനങ്ങൾക്ക് മുമ്പിൽ അമ്മ നിൽക്കുന്ന നിൽപ്പാണ്. ഒരമ്മയും കാണാൻ പാടില്ലാത്തൊരു കാര്യം അവൾ കാണുന്നു. ഒരമ്മയും അനുഭവിക്കാൻ പറ്റാത്ത ദുഃഖം അവൾ അനുഭവിക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം, കുഞ്ഞുനാളിൽ കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ ഏറ്റവും ഭാരപ്പെടുത്തിയ ഒരു സ്ഥലം അത് 4-ാം സ്ഥലമാണ്. അതിൻ്റെ കാരണം, അന്നത്തെ കാരണം ആ കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനകൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാം പ്രാർത്ഥിച്ചിരുന്നത് ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴിയാണ്, അല്ലേ? ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴിയിൽ ആബേലച്ചൻ എഴുതുന്നത് എങ്ങനെയാണ്? വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ. മകൻ്റെ ദുഃഖം അമ്മയെ വേദനിപ്പിക്കുന്നു, അമ്മയുടെ ദുഃഖം മകൻ്റെ ഭാരം വർദ്ധിപ്പിക്കുന്നു. ആബേലച്ചൻ അച്ഛൻ്റെ ആ ശൈലിയിൽ അതങ്ങ് എഴുതി പൊലിപ്പിക്കുകയാണ്. അപ്പോൾ വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ. മകൻ്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു, അമ്മയുടെ നൊമ്പരം മകൻ്റെ ഭാരം വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, അല്ലേ? കുഞ്ഞ് മനസ്സിലൊക്കെ, ഇപ്പോഴൊന്നും അങ്ങനെയല്ല, അന്ന് നമ്മൾക്ക് അത് ഏറ്റവും താങ്ങാൻ പറ്റാത്തതാണ്, അല്ലേ? ആ സഹനം നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് കാണിക്കാൻ ഈ അമ്മയെ കൊണ്ടു നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഇതായിരുന്നു കുരിശിൻ്റെ വഴിയിലെ ഏറ്റവും സങ്കട കാഴ്ച. അത് മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടപ്പോഴൊക്കെ കൂടുതൽ വിങ്ങിപ്പൊട്ടിയത് ആ ഒരു സ്ഥലത്താണ്. കാരണം കുഞ്ഞുനാളിൽ ഉണ്ണീശോ വീഴുമ്പോൾ ഓടിച്ചെന്നെടുക്കുന്ന അമ്മ, എന്നാൽ 3-ാം സ്ഥലത്ത് ആ മകൻ്റെ വീഴ്ച കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന അമ്മ. അപ്പോഴൊക്കെ ഈ ചോദ്യം, എന്തിനായിരുന്നു കുരിശിൻ്റെ വഴിയിൽ അമ്മ? ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ സെക്കൻഡ് വത്തിക്കാൻ സുനകദോസ് പഠിക്കും. ഈ സെക്കൻഡ് വത്തിക്കാൻ സുനകദോസ് പഠിക്കുമ്പോൾ സെക്കൻഡ് വത്തിക്കാൻ സുനകദോസിൽ ലൂമൻ ജെൻസിയം, സഭയെക്കുറിച്ചും സഭയുടെ സ്വഭാവത്തെയും സഭയുടെ രീതികളെയും കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ലൂമൻ ജെൻസിയം. ഈ ലൂമൻ ജെൻസിയം സഭയെക്കുറിച്ച് സഭ എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സഭ യേശുവിൻ്റെ പിന്നാലെ
അനുദിന ജീവിതത്തിൻ്റെ കുരിശും വഹിച്ചു കൊണ്ടുപോകുന്ന ദൈവജനമാണ് സഭ. നമ്മൾ ഓരോരുത്തരുമാണ് സഭ എന്ന് പറഞ്ഞിട്ട് ഈ ലൂമൻ ജെൻസിയം 8-ാം അധ്യായം, അതിൻ്റെ കൺക്ലൂഡിങ് ചാപ്റ്റർ 8-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട്, ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: മേരി ദ സൈൻ ഓഫ് ട്രൂ ഹോപ്പ് ആൻഡ് കംഫർട്ട് ഫോർ ദ പിൽഗ്രിം പീപ്പിൾ ഓഫ് ഗോഡ്. പരിശുദ്ധ കന്യകാമറിയം തീർത്ഥാടക സമൂഹത്തിന് പ്രതീക്ഷയും ആശ്വാസവുമാണ്. പരിശുദ്ധ അമ്മ തീർത്ഥാടക സമൂഹത്തിന് പ്രതീക്ഷയും ആശ്വാസവുമാണ്. ഞാൻ പറയുന്നതല്ല, സെക്കൻഡ് വത്തിക്കാൻ സുനഹദോസിൽ സഭാപിതാക്കന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു വയ്ക്കുകയാണ്: മേരി ദ സൈൻ ഓഫ് ട്രൂ ഹോപ്പ് ആൻഡ് കംഫർട്ട് ഫോർ ദ പിൽഗ്രിം പീപ്പിൾ ഓഫ് ഗാഡ്. പരിശുദ്ധമ്മ പ്രതീക്ഷയാണ്, പരിശുദ്ധമ്മ ആശ്വാസമാണ്. ആർക്ക്? പിൽഗ്രിം പീപ്പിൾ ഓഫ് ഗാഡ്, തീർത്ഥാടക സമൂഹത്തിന്. അല്ലേ? മാർപ്പാപ്പ പ്രത്യാശയുടെ തീർത്ഥാടകരാരാ? നമ്മൾ ഓരോരുത്തരുമാണ് തീർത്ഥാടകർ. രക്ഷയിലേക്ക് തീർത്ഥാടനം ചെയ്ത് നമുക്ക് പരിശുദ്ധമ്മ പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. അപ്പോൾ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ഓർത്ത് നോക്കുക, കുരിശിൻ്റെ വഴിയിൽ 3-ാം സ്ഥലത്ത് ഈശോ വീണു. 4-ാം സ്ഥലത്ത് 3-ാം സ്ഥലത്ത് ഈശോ വീണ് എഴുന്നേൽക്കുമ്പോൾ മുൻപിൽ പരിശുദ്ധമ്മ. ഇനി ഇതൊന്ന് വായിക്കുക, ഇനി ഈ സെക്കൻഡ് വത്തിക്കാൻ സുനഹദോസിൻ്റെ പഠനം ഒന്ന് വായിക്കുക. പരിശുദ്ധമ്മ പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. എന്ന് വെച്ചാൽ 3-ാം സ്ഥലത്ത് വീണ് യേശു എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന മുഖം പരിശുദ്ധമ്മയുടേത്. അമ്മ യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അത് ദുഃഖം വർദ്ധിപ്പിക്കുന്ന യാഥാർത്ഥ്യമല്ല. ആ കണ്ണുകൾ പറയുന്നൊരു കാര്യമുണ്ട്: മോനെ, നെഞ്ചിലൂടെ വാൾ കയറുമെന്ന് കേട്ടപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞൊരു അമ്മയുടെ മകൻ കൂടിയാണ് നീ. അമ്മയുണ്ടടുത്ത്. പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. അതുകൊണ്ട് 3-ാം സ്ഥലത്ത് വീണു, ഇനിയുണ്ട് 10 സ്ഥലങ്ങൾ നടന്നു കയറാൻ. അമ്മയുണ്ട് ആശ്വാസമായിട്ട്, അമ്മയുണ്ട് പ്രതീക്ഷയായിട്ട്. എത്ര മനോഹരമായിട്ടാണ് സഭാപിതാക്കന്മാർ വരച്ചു വയ്ക്കുന്നത്. പരിശുദ്ധമ്മ പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. എന്ന് വെച്ചാൽ തീർത്ഥാടക സമൂഹം ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമുക്ക് ലക്ഷ്യമേതാ? ലക്ഷ്യം ഈ ഭൂമിയല്ല, ഇതൊരു പെരിഷബിൾ. ഇത് നമ്മളെല്ലാം വിട്ടുപോകേണ്ട ഒരു സ്ഥലമാണ്. എന്തെല്ലാം നമുക്കുണ്ടോ അതെല്ലാം വിട്ട് നമ്മൾ പോകും. നമുക്കൊരു വാഗ്ദാന ദേശമുണ്ട്, നമുക്കൊരു രാജ്യമുണ്ട്, നമുക്കൊരു ദൈവഭവനമുണ്ട്. നമ്മൾ തീർത്ഥാടകരാണ്. വി ആർ പിൽഗ്രിമേഴ്സ്. നമ്മൾ തീർത്ഥാടകരാണ്. നമ്മൾ തീർത്ഥാടനം ചെയ്യുകയാണ്. നമ്മൾ തീർത്ഥാടനം ചെയ്യുമ്പോൾ നമ്മുടെ തീർത്ഥാടകരായ നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ പിന്നാലെ നമ്മൾ ഓരോരുത്തരും, ഞാൻ പൗരോഹിത്യം എന്ന ജീവിതാന്തസ്സിലൂടെ യേശുവിൻ്റെ പിന്നാലെ നിത്യതയിലേക്ക് തീർത്ഥാടനം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും കുടുംബജീവിതം വഴി, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ജീവിതാന്തസ്സിൽ നിങ്ങൾ ഓരോരുത്തരും യേശുവിൻ്റെ വാഗ്ദാന ദേശത്തിലേക്ക്, ആ നിത്യതയിലേക്ക് തീർത്ഥാടകരാണ് നമ്മൾ. നമുക്ക് നമ്മുടെ കുരിശിൻ്റെ വഴിയിൽ പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. ഞാൻ ഈ ജപമാല കയ്യിലെടുക്കുമ്പോൾ എനിക്കത് പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളത് അനുഭവിക്കണം. വി ഷുഡ് എക്സ്പീരിയൻസ് ദ പവർ ഓഫ് റോസറി ഇൻ അവർ ലൈഫ്. ജപമാലയുടെ ഈ ശക്തി അനുഭവിക്കണം. അത് സ്വകാര്യതയിൽ അനുഭവിക്കണം. നമ്മൾ ഒരുപാട് വേദനിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ ആ ചിത്രം മുമ്പിൽ വരണം. ആ 3-ാം സ്ഥലത്ത് വീണ് എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധമ്മ മുമ്പിൽ. പരിശുദ്ധമ്മ പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. അതാണ് സെക്കൻഡ് വത്തിക്കാൻ സുനഹദോസ് പഠിപ്പിക്കുന്നത്. അവൾ പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. തീർത്ഥാടക സമൂഹത്തിന് അവൾ പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. ഞാൻ ഓർക്കുന്നത്, വചനപ്രഘോഷണത്തിലൊക്കെ നിന്നൊരു വൈദിക സുഹൃത്ത്, എൻ്റെ ഒരു സീനിയർ, അദ്ദേഹം ക്യാൻസർ ബാധിതനായി. ഏതാണ്ട് അവസാന കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ ഞങ്ങൾ 2 സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം: വേദനയുണ്ട്,
പക്ഷേ സങ്കടമില്ല. അറിയാം നാളുകൾ എണ്ണപ്പെട്ടുവെന്ന്. പക്ഷേ ഇപ്പോഴാണ് ഇത്രയും നാൾ മനസ്സിലാകാതിരുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ശക്തി മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. നമ്മൾ കരുതുന്നത് പോലെ, അവൻ്റെ വാക്ക്, നമ്മൾ കരുതുന്നത് പോലെ ഒരു നൂലിൽ കോർത്ത 53 മുത്തുകളല്ല ഇത് അറിയാതെ ജീവിതത്തിൻ്റെ നീറ്റലുകളിൽ ദൈവം ഒഴുക്കുന്ന തളിർമഴയാണ്, ദൈവം ഒഴുക്കുന്ന കുളിർമഴയാണ് ഈ മുത്തുകൾ. നമ്മളറിയാതെ നമ്മളുടെ വേദന നമുക്ക് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ജീവിതത്തിൽ അവൻ മുറുകെ പിടിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ജപമാല നമുക്ക് തരുന്നൊരു പ്രതീക്ഷയുണ്ട്, ഒരാശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അസാധ്യമായ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ തകർക്കുന്ന നൊമ്പരങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും മുമ്പിൽ നിൽക്കുന്നുണ്ട്. നൊമ്പരങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആകെയുള്ള ആശ്വാസം, ആകെയുള്ള ഉറപ്പ് ഇത് മാത്രമാണ്. അത് പരിശുദ്ധമ്മയ ഒരു സഹോദരൻ, നല്ല മനുഷ്യൻ. അദ്ദേഹം കോയമ്പത്തൂർ ഡിവൈൻ ശുശ്രൂഷയൊക്കെ ചെയ്യും. ഒരു ദിവസം അദ്ദേഹം വിളിക്കുമ്പോൾ ഫോണിൻ്റെ അങ്ങേ തലയ്ക്കൽ ഒരു കരച്ചിലാണ്, ഒരു ഏങ്ങൽഡിയാണ്. രാവിലെ ജോലിക്ക് പോയി തിരിച്ചു വരുന്ന തിരിച്ചു വന്ന് പെട്ടെന്ന് ഈ ഭാര്യ കുഴഞ്ഞു വീഴുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡായ, പ്രതീക്ഷിക്കാത്തൊരു സ്ട്രോക്ക്. ഹോസ്പിറ്റലിലാകുന്നു, ICU വെന്റിലേറ്ററിൽ, സീരിയസ്. ഡോക്ടേഴ്സ് പറയുന്നു ഞങ്ങൾക്കൊന്നും പറയാനില്ല. അത് കഴിഞ്ഞ് ഡെയിലി കുർബാനയിൽ, ജപമാലയിൽ നിയോഗം വയ്ക്കണം അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചു പറയും, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, പഠിക്കുന്ന മകള്, കുടുംബം, ഇതെല്ലാം മുമ്പിൽ കുടുംബത്തിൻ്റെ താളമായ, കുടുംബത്തിൻ്റെ എല്ലാമായ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാമായ ഭാര്യ ഒരു കോമ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടു അച്ഛാ, എനിക്ക് വേറെ ആശ്വാസമൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വരുന്നത് ആ നമ്മുടെ ഡിവൈൻ ധ്യാന ഇല്ലത്തിലെ ആ മാതാവായിരുന്നു എൻ്റെ മുമ്പിൽ വരുന്നത്. ആ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ആ ഗ്രോട്ടോയിലെ മാതാവ്, അതായിരുന്നു എൻ്റെ മുമ്പിൽ വരുന്നത്. അത് മാറി. ആ സഹോദരി സ്ട്രോക്കിനെ അതിജീവിച്ചു. അവർ വീട്ടിലേക്ക് വന്നു, വീൽ ചെയറിലേക്ക് വന്നു. ഇന്നലെ വിളിക്കുമ്പോഴും നടക്കാൻ ആരംഭിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു നിർത്തുന്നൊരു കാര്യം, അച്ഛാ, സങ്കടത്തിൽ ഞാൻ അറിഞ്ഞ് ജപമാലയുടെ ശക്തി എന്താണെന്ന്. സങ്കടത്തിൽ ഞാൻ അറിഞ്ഞു വച്ചാ ജപമാലയുടെ ശക്തി എന്താണെന്ന്. ജീവിതം ഏതാണ്ട് കൈവിട്ടു പോയെന്ന് ചിന്തിച്ച നിമിഷത്തിൽ ആരിലേക്ക് ഞാൻ നോക്കും? പഠിക്കുന്ന കുട്ടിയിലേക്കോ? എനിക്ക് അത്രയും നാളൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞാൻ നോക്കിയിരുന്ന എൻ്റെ ഭാര്യ ഇന്ന് ഹോസ്പിറ്റൽ ICUവിൽ സീരിയസ് ആയിട്ട് ഒരു കോമയിൽ എന്നതുപോലെ കിടക്കുമ്പോൾ ഞാൻ ആരിലേക്ക് നോക്കും? അന്ന് ആകെ ഉണ്ടായിരുന്നത് ഇതാച്ച. ഇത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. ഞാനീ പറഞ്ഞത് ഒരു വ്യക്തിയുടേതല്ല, നമ്മൾ ഓരോരുത്തരുടെയും സാക്ഷ്യമാണ്, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതമാണ്, നമ്മൾ ഓരോരുത്തരുടെയും അനുഭവമാണ്. അതിനാൽ അത് നമ്മളെപ്പോഴും ഓർക്കുക. പരിശുദ്ധമ്മ കുരിശിൻ്റെ വഴിയിൽ പ്രതീക്ഷയും ആശ്വാസവുമാണ്. ഒരു പക്ഷേ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കും. ഒട്ടും കരുതാത്ത ചില ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കും. ഒട്ടും ശുഭകരമല്ലാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെത്തും. അപ്പോഴെല്ലാം നമുക്ക് ഏക ആശ്രയം, ഏക ശക്തി, ഏക
അനുഗ്രഹത്തിൻ്റെ വഴി അത് പരിശുദ്ധ അമ്മയുടെ ഈ ജപമാലയോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനാൽ പരിശുദ്ധ അമ്മയുടെ ജപമാല ജീവിതത്തിൻ്റെ കനൽ വീണ വഴികളിൽ പ്രതീക്ഷയും ആശ്വാസവുമാണ് എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ എത്രത്തോളം പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിക്കുന്നു നമ്മെ പൂർണ്ണമായിട്ടും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ആരാധനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഒരുപാട് ഭാരത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പരിശുദ്ധ അമ്മേ, അവരെ എല്ലാം ഞങ്ങളിപ്പോൾ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കുന്നു. അമ്മേ, ഞങ്ങളെ ചേർത്ത് വയ്ക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായിട്ട് പരിശുദ്ധ അമ്മേ മാറണേ. നമുക്ക് പ്രാർത്ഥനയോടെ പ്രത്യേകിച്ച് വേദനയിലൂടെ രോഗത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്താം. ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി, ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ഓരോരുത്തരിലേക്കും നിറയാൻ വേണ്ടി നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോ പഠിപ്പിച്ചു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. യേശു കുരിശിൽ നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും സുന്ദരമായ ദൃശ്യം തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത്. കുരിശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ നിൽക്കുമ്പോൾ, യോഹന്നാൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ അടുത്ത് യോഹന്നാൻ. നമ്മൾ ആദ്യം ജീവിതത്തിൽ ചേർന്ന് നിൽക്കേണ്ടത് കുരിശിനോടാണ്, ബലിയോടാണ്, വിശുദ്ധ കുർബാനയോടാണ്. നമ്മുടെ കുടുംബം ആദ്യം ചേർന്ന് നിൽക്കേണ്ടത് കുരിശിനോടാണ്. നമ്മുടെ കുടുംബം ആദ്യം ചേർന്ന് നിൽക്കേണ്ടത് ബലിയോടാണ്. വിശുദ്ധ കുരിശ് യേശുവിൻ്റെ ബലിയാണ്, അത് കുർബാനയാണ്. ആദ്യം ചേർന്ന് നിൽക്കേണ്ടത് കുർബാന, ബലി. ആ ബലി യാഥാർത്ഥ്യമായത് കുരിശിലാണ്. ആദ്യം ബലിയോട് നമ്മൾ ചേർന്ന് നിൽക്കുക. യേശു നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നു. രണ്ടാമത് നമ്മൾ അടുത്ത് നിൽക്കേണ്ടത് അമ്മയോടാണ്. ഒന്ന്, നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് വിശുദ്ധ ബലിയോട്, കുർബാനയോട്. രണ്ട്, നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് പരിശുദ്ധ അമ്മയോട്. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചാണ് യോഹന്നാനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്.
അല്ലെങ്കിൽ അമ്മയെ യോഹന്നാനെ ഏൽപ്പിക്കുന്നത്. ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. ഇനി യോഹന്നാൻ നടക്കേണ്ടത്, അല്ലെങ്കിൽ യോഹന്നാൻ്റെ പകരക്കാരായ നമ്മൾ ഓരോരുത്തരും നടക്കേണ്ടത് ഈ കുരിശിൻ്റെ വഴിയിലാണ്. ഈ കുരിശിൻ്റെ വഴിയിൽ നടക്കാൻ ഏറ്റവും നല്ലത് അമ്മയുടെ കരം പിടിക്കുക എന്നതാണ്. അതാണ് സഭ പഠിപ്പിച്ചത്. പരിശുദ്ധ അമ്മ കുരിശിൻ്റെ വഴിയിൽ പ്രതീക്ഷയും ആശ്വാസവുമാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് കുരിശുകളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്. ആരോടും പറയാൻ പറ്റാതെ, ആർക്കും ഉത്തരം തരാൻ പറ്റാതെ ഞങ്ങളുടെ ജീവിതത്തിലുമുണ്ട് ഹൃദയം നുറുങ്ങുന്ന അനുഭവങ്ങൾ. യേശുവേ, ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന അനുഭവങ്ങളിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട യാഥാർത്ഥ്യങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് നൽകിയ കൂട്ടാണ് പരിശുദ്ധമ്മ. പരിശുദ്ധമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ ദിവ്യകാരുണ്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളെ സമർപ്പിക്കുന്നു. പരിശുദ്ധമ്മ അനേകം വേദനിക്കുന്നവരിൽ ആശ്വാസമായിട്ട് മാറട്ടെ. പരിശുദ്ധമ്മ, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ ചേർത്ത് വയ്ക്കണേ. ഇപ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ വേദനകളും പരിശുദ്ധ അമ്മയോട് ചേർത്ത് ദിവ്യകാരുണ്യം സമർപ്പിക്കുക. എൻ്റെ കുടുംബത്തെ ഓർത്ത്, എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്ത്, എൻ്റെ മക്കളെ ഓർത്ത്, എൻ്റെ രോഗത്തെ ഓർത്ത് ഒരുപാട് വേദന. എങ്ങൊന്നും ഒരു ആശ്വാസമില്ല, എങ്ങൊന്നും ഒരു ഉത്തരവില്ല, ഒരു വഴിയും കാണുന്നില്ല. പരിശുദ്ധ അമ്മേ, അമ്മയോട് ചേർത്ത് ദിവ്യകാരുണ്യത്തിൽ സമർപ്പിക്കുന്നു. നമുക്ക് കരമുയർത്താം. ഈശോയെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗക്കിടക്കയിൽ പലയിടങ്ങളിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ ഇറങ്ങട്ടെ. പരിശുദ്ധ അമ്മ വഴി അമ്മയോട് ചേർത്ത് ദിവ്യകാരുണ്യത്തിൽ വച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അനേകം പേരിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ, ദിവ്യകാരുണ്യത്തിൻ്റെ വിടുതൽ, ദിവ്യകാരുണ്യത്തിൻ്റെ സൗഖ്യം, ദിവ്യകാരുണ്യത്തിൻ്റെ കൃപ, ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം നിറയട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, എല്ലാ കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും ദിവ്യകാരുണ്യത്തിന്റെ സൗഖ്യവും വിടുതലും കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന.